ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ താമസത്തിനായി വീട് വാടകയ്ക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിനായിട്ട് ഏതെങ്കിലും കടമുറികൾ വാടകയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ കടമുറി ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്നവരും വാടകയ്ക്ക് എടുക്കുന്നവരും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യയിൽ ഇത്തരത്തിൽ വാടകയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കട അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറയുന്നത് റെൻറ്റ് കൺട്രോൾ ആക്റ്റാണ്. അത് ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകതരം ആക്റ്റുകളാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദി കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് 1965 എന്ന് പറയുന്ന ആക്റ്റാണ് നമ്മുടെ കേരളത്തിലെ വാടകയ്ക്കും അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമവശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി വാടകയ്ക്ക് എടുക്കുന്നത് 1 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തിലേക്കാകട്ടെ അല്ലെങ്കിൽ എത്ര നാളത്തേക്കുമാകട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റെൻറ്റ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വാക്കാൽ ഉള്ളതായിരിക്കാൻ പാടില്ല. എടുക്കുന്നവരാകട്ടെ നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവരാകട്ടെ 1 മാസത്തേക്കാണെങ്കിലും അത് ഇൻ റൈറ്റിങ്ങിൽ തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. എഗ്രിമെൻ്റ് എഴുതി തന്നെ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഒപ്പിട്ടത് വഴി മാത്രം നിങ്ങൾ സ്ഥാപനം അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുക. വാക്കാൽ പറഞ്ഞ എഗ്രിമെൻ്റ് കോടതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എഗ്രിമെൻ്റ് എന്ന രീതിയിലേക്ക് തന്നെ റൈറ്റിങ്ങിൽ തന്നെ വേണം എന്ന് പറയാൻ കാര്യം. ഇനി ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് എഴുതി എഗ്രിമെൻറ്റിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ കാണണം, അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിശ്ചയമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്താതെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. അതിൽ ഒന്നാമത്തതും പ്രധാനപ്പെട്ടതും റെൻറ്റ് എമൗണ്ട് ആണ്. എത്ര രൂപ വാടകയ്ക്കാണ് നിങ്ങൾ, മാസ വാടകയ്ക്കാണ് അല്ലെങ്കിൽ ദിവസ വാടകയ്ക്കാണ് നിങ്ങൾ നിങ്ങളുടെ മുറി അല്ലെങ്കിൽ കട അല്ലെങ്കിൽ സ്ഥാപനം വാടകയ്ക്ക് എടുത്തത് എന്നുള്ളത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്. എത്ര രൂപയാണ് നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി കൊടുത്തത് എന്നുള്ളതാണ്. മൂന്നാമത്തേത് പ്രധാനപ്പെട്ടതുമായത് കാലാവധിയാണ്. എത്ര നാളത്തേക്കാണ് നിങ്ങൾ ഈ എഗ്രിമെൻ്റ് എഴുതുന്നത് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്നത്, വാടകയ്ക്ക് എടുക്കുന്നത് എന്നത് കൃത്യമായി തന്നെ കാണിക്കുക. നാലാമത്തേത് നോട്ടീസ് പീരീഡാണ്. വാടകയ്ക്ക് എടുത്തയാളെ പുറത്താക്കാൻ അല്ലെങ്കിൽ മാറണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ എത്ര ദിവസത്തിന് മുമ്പ് അറിയിക്കണം. ഇപ്പോൾ പുറത്താക്കണം അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് എടുത്ത മുറിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കടയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണമെങ്കിൽ 15 ദിവസമെങ്കിലും മിനിമം നിങ്ങൾക്കൊരു നോട്ടീസ് തരണം, അല്ലെങ്കിൽ 1 മാസത്തിന് മുമ്പ് നോട്ടീസ് തരണം. ഇനിയും കരാർ പുതുക്കില്ല അല്ലെങ്കിൽ കരാറിൻ്റെ കാലാവധി ഉണ്ടെങ്കിൽ പോലും 1 മാസത്തിനകം നിങ്ങൾ ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ മാറുകയാണെങ്കിലും അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എല്ലാം സംഘടിപ്പിച്ച് വെക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒഴിയാൻ പോകുന്ന കാര്യം മുൻകൂട്ടി തന്നെ അറിയിക്കുക. അതേപോലെ അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഈ മുറിയുടെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസിൻ്റെ ചുമതല ആർക്കാണ്, അത്തരത്തിൽ മെയിൻ്റനൻസ് വരികയാണെങ്കിൽ ആര് വഹിക്കും, അതിനുള്ള ചിലവുകൾ ആര് വഹിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഉൾപ്പെടുത്തേണ്ട അനിവാര്യമായ ഒന്നാണ് റിന്യൂവലിനെ കുറിച്ച്. 11 മാസത്തേക്കേ ഉള്ളൂ, അതിനുശേഷം അത് റിന്യൂ ചെയ്യുക അല്ലെങ്കിൽ എവിക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ റിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് റിന്യൂ ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ വാടക എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിലൂടെ നിങ്ങളൊരു വാടകയ്ക്ക് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു മുറി വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തയാൾക്ക് ചില അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ ചില റൈറ്റ്സ് ലഭിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് അവിടെ പീസ്ഫുൾ ആയിട്ടുള്ള പൊസഷനാണ് അല്ലെങ്കിൽ സമാധാനപരമായുള്ള കൈവശാവകാശമാണ്. നിങ്ങൾ താമസിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വീടായിക്കൊള്ളട്ടെ സ്ഥാപനമായിക്കൊള്ളട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഓണർ, ഇതിൻ്റെ ഉടമസ്ഥൻ വന്ന് നിങ്ങളുടെ മുറികളിൽ കയറി നോക്കുക അല്ലെങ്കിൽ കെട്ടിടത്തിൽ കയറി നോക്കുക എന്നത് ഒരിക്കലും അനുവദിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വരാൻ പാടില്ല, അല്ലെങ്കിൽ വന്ന് പരിശോധന നടത്താൻ അല്ലെങ്കിൽ മുറികളിൽ കയറാൻ പാടില്ല. നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള പൊസിഷനാണ് ഒന്നാമത്തെ അവകാശം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ബേസിക് അമ്യൂണിറ്റീസ് ആണ്. നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തരേണ്ടത് ഉടമസ്ഥൻ്റെ കടമയാണ്. വെള്ളം അല്ലെങ്കിൽ വാട്ടർ കണക്ഷൻ അല്ലെങ്കിൽ കറണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ എത്തിച്ചു തരേണ്ടത് അല്ലെങ്കിൽ ലഭ്യമാക്കേണ്ടത് വീട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ കെട്ടിട ഉടമസ്ഥൻ്റെ നിർബന്ധമായും ചെയ്യേണ്ട ഉത്തരവാദിത്വം തന്നെയാണ്. അതുപോലെ തന്നെ
നിങ്ങളെ അൺലോഫുള്ളായിട്ട് അല്ലെങ്കിൽ നിയമപരമല്ലാത്ത രീതിയിൽ കൂടെ പുറത്താക്കുന്നതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനി അത്തരത്തിൽ നിങ്ങളെ അവിടുന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള മിനിമം 15 ദിവസത്തെങ്കിലും നോട്ടീസ് തന്നതിന് ശേഷം മാത്രമേ നിങ്ങളെ പുറത്താക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുറത്താക്കലിൽ നിന്നുമുള്ള സംരക്ഷണമാണ് 4ാമത്തെ നിങ്ങളുടെ അവകാശം എന്ന് പറയുന്നത്. 5ാമത്തേതും പ്രധാനപ്പെട്ടതുമായി എഗ്രിമെൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവകാശമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ ലഭിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത്. നിങ്ങൾ വാടക അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് തീരുന്ന കാലാവധിയോടുകൂടി എഗ്രിമെൻറ്റ് പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് തരണം. പലിശരഹിതമായി നിങ്ങൾ എത്രയാണോ കൊടുത്ത് അത്രയും രൂപ തിരിച്ചു തരണം. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾ കാരണം ആ കെട്ടിടത്തിന് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്പരം സംബന്ധിച്ച വിട്ടുവീഴ്ച പ്രകാരമുള്ള എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള മുഴുവൻ തുകയും നിങ്ങൾക്ക് പലിശരഹിതമായി കൈപ്പറ്റാനുള്ള അവകാശമുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അവകാശം. ഈ വാടകക്കാരനെ പോലെ തന്നെ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിട ഉടമയ്ക്കും ചില അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ റൈറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ളത് റെൻറ്റ് കൃത്യസമയത്ത് ലഭിക്കാനുള്ള അവകാശം എന്നാണ്. നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്നാണോ അത് കൃത്യമായി തന്നെ വാടക ഉടമയ്ക്ക് ലഭിക്കുവാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടം ഇടവേളകളിൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പരിശോധന നടത്താനുള്ള അവകാശമുണ്ട് വിത്ത് നോട്ടീസ്. അതായത് ഒരു നോട്ടീസ് മുഖാന്തരം മുൻകൂട്ടി അറിയിച്ച സമയവും ദിവസമൊക്കെ പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ മുൻകൂർ അനുമതിയോടുകൂടി നിങ്ങളുടെ വാടകയ്ക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന കെട്ടിടം ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശമാണ്. അവിടെ ആർക്കെങ്കിലും സബ്ലെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ കീഴ്വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ പറയാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കെട്ടിടത്തിന് എന്തെങ്കിലും ഡാമേജസ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി കൃത്യമായി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് തന്നതിന് ശേഷം വന്ന് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ പുറത്താക്കാനുള്ള അവകാശം, നിയമപരമായ കാരണങ്ങൾ മൂലം നിങ്ങളെ വാടകക്കാരനെ പുറത്താക്കാനുള്ള അവകാശം ഈ കെട്ടിട ഉടമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കീഴ്വായ്പ കൊടുക്കുക, അതല്ലെങ്കിൽ നിയമവിരുദ്ധമായ സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസിന് കെട്ടിടം ഉപയോഗിക്കുക, അല്ലെങ്കിൽ കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ നാശത്തിന് സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ അനുമതിയില്ലാതെ ചെയ്യുക, അല്ലെങ്കിൽ എഗ്രിമെൻറ്റിന് വിരുദ്ധമായി പ്രവർത്തിക്കുക, റെൻറ്റിന് കുടിശ്ശിക വരുത്തുക ക്രമാതീതമായി എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നിങ്ങളെ എവിക്റ്റ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ വാടകക്കാരനെ എവിക്റ്റ് ചെയ്യാനുള്ള അവകാശം കെട്ടിട ഉടമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാടക എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഈ ഉടമ്പടി പുതുക്കുവാനുള്ള അവകാശമുണ്ട്. നിയമപരമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള അവകാശം, രണ്ടുപേരും ചർച്ച ചെയ്ത് നിയമപരമായി റിന്യൂ ചെയ്യാൻ പുതുക്കുവാനുള്ള അവകാശം കെട്ടിട ഉടമയ്ക്കുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി 11 മാസത്തെ എഗ്രിമെൻറ്റ് എഴുതിയതിന് ശേഷം പിന്നെ അടുത്ത വർഷം അത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന രീതിക്ക് പോകാതെ കൃത്യമായിട്ട് പുതുക്കി പുതിയ വാടക കരാർ എഴുതാനും അതിലെന്തെങ്കിലും വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ തമ്മിൽ ആലോചിച്ച് വ്യവസ്ഥകൾ മാറ്റം വരുത്തി എഗ്രിമെൻറ്റ് എഴുതാനുള്ള അവകാശം ഈ പറഞ്ഞ കെട്ടിട ഉടമയ്ക്കുണ്ട്. ഇവയാണ് കെട്ടിട ഉടമയ്ക്കും വാടകക്കാരനും ലഭിക്കുന്ന കുറച്ച് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഗ്രിമെൻറ്റ് കൃത്യമായി പുതുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നിങ്ങൾ എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നതിന് മുമ്പ് എഗ്രിമെൻ്റ് വ്യവസ്ഥകൾ കൃത്യമായി വായിച്ചു നോക്കുക. ഇനി നിയമപരമായ രീതിയിൽ എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നതിന് കെട്ടിട ഉടമ ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുക, അല്ലെങ്കിൽ ലീഗൽ പ്രാക്ടീഷണറെ സമീപിക്കുക. അതേപോലെ തന്നെ വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കും അത് ചെയ്യാവുന്നതാണ്. പരിശോധിച്ചതിന് ശേഷം മാത്രം ഒപ്പിടുക. 11 മാസത്തിലധികം വരുന്ന കാലാവധി വരുന്ന ഏതൊരു എഗ്രിമെൻറ്റും രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുക. അത് വാടകയ്ക്ക് എടുക്കുന്ന ആളാണെങ്കിലും ശരി, വാടകയ്ക്ക് കൊടുക്കുന്നവരാണെങ്കിലും 11 മാസത്തിൽ കൂടുതൽ വാടക കാലാവധി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് തന്നെ വാടകയിൽ ഏർപ്പെടുക. ഇനി വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ലാൻഡ് ലോഡ് ആയിക്കൊള്ളട്ടെ, കെട്ടിട ഉടമ ആയിക്കൊള്ളട്ടെ, വാടകയ്ക്ക് എടുക്കുന്ന ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വാടക ഇടപാടുകൾ കൃത്യമായി ഒന്നെങ്കിൽ ക്യാഷായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ റെസീപ്റ്റ് കടയുടമയിൽ നിന്ന് വാങ്ങിച്ച് സൂക്ഷിക്കുക. അതല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴി മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സ്ഥാപനം വാടകയ്ക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും ശ്രദ്ധിക്കേണ്ട കാര്യം. നിത്യജീവിതത്തിലെ നിയമപരമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.